കേരളക്കര ഒന്നടങ്കം കൈകോർത്ത കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിന്റെ വാർത്തകളാണ് വരുന്നത്. റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കുടുംബം ഔദ്യോഗികമായി അറിയിച്ചതോടെ റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും. മോചനത്തിനാവശ്യമായ ദയാധനം 34 കോടി രൂപ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയതോടെയാണ് മോചനത്തിലേക്ക് വഴിവെച്ചത്. ഓൺലൈനായി നടന്ന കോടതി നടപടികളിൽ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പങ്കെടുത്തിരുന്നു. മാപ്പ് നൽകിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറുന്നതോടെ റഹീം അധികം വൈകാതെ ജയിൽ മോചിതനായി നാട്ടിലേക്ക് തിരിക്കും. അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് സ്വരൂപിച്ച 15 മില്യൺ റിയാൽ കഴിഞ്ഞ മാസം 3-നാണ് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റ് വഴി റിയാദ് ക്രിമിനൽ കോടതിക്ക് കൈമാറിയത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി, കേസിലെ അറ്റോർണി സിദ്ദീഖ് തുവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരുള്ള ചെക്ക് കൈമാറിയത്. പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് MD-യുമായ MA യൂസുഫ് അലിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. മോചനത്തുക സ്വരൂപിക്കുന്നതിനായി ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ കേരളക്കരയാകെ ഏറ്റെടുത്തതോടെയാണ് റഹീമിന് മോചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടിയത്.